വിജയ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ രാജ്യത്ത് ഒരു വലിയൊരു വമ്പൻ മാറ്റത്തിന് കളമൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിജിറ്റൽ ബാങ്കിംഗ് ആണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ എന്നിങ്ങനെയുള്ള പല ആപ്ലിക്കേഷനുകളുമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഈ ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാം പല ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ ചേട്ടന് ഒരു 500 രൂപ അയച്ചു കഴിഞ്ഞാൽ ആ 500 രൂപ ബാങ്ക് വഴി, അതായത് ബാങ്കിന്റെ ട്രാൻസാക്ഷൻ ആണ്, ബാങ്ക് വഴി ചേട്ടനിലേക്ക് എത്തുന്നു. ബാങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് എത്തുന്നില്ല, അത് അവിടെയും എത്തില്ല, ഇവിടെയും എത്തില്ല, അത് ലാപ്സ് ആവും. പിന്നെ അത് നമ്മൾ വലിയ പണിയാണ് അത് പിന്നെ തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കണമെങ്കിൽ. ഒന്നുകിൽ നമ്മൾ ബാങ്കിലേക്ക് പോകുമ്പോൾ ബാങ്ക് പറയും, നിങ്ങൾ ഞങ്ങളുടെ ആപ്പ് വഴിയല്ലോ, ഇപ്പൊ SBI ആണെങ്കിൽ യോനോ SBI അതുവഴിയല്ലല്ലോ നിങ്ങൾ അയച്ചത്, അപ്പൊ ഞങ്ങൾ അതിന് ബാധ്യസ്ഥല്ല, നിങ്ങൾ പോയി ഫോൺ പേയോടോ ഗൂഗിൾ പേയോടോ ചോദിക്കുമെന്ന് ബാങ്കുകാർ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇപ്പോ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ഡിജിറ്റൽ കറൻസിയിൽ റുപ്പി എന്ന് പറയുന്ന ഒരു സംവിധാനം വരാൻ പോവുകയാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഈ റുപ്പി വരുമ്പോൾ എന്താണ്, ലിക്വിഡ് കറൻസി സമ്പൂർണ്ണമായും ഇല്ലാതാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവന്റെ കയ്യിൽ പോലും ലിക്വിഡ് കറൻസി ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അടുത്തൊരു പടി കൂടെ കടന്ന് ഡിജിറ്റൽ ഇന്ത്യയെ മറ്റൊരു തലത്തിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് എന്ന്. അപ്പോൾ പലരും വിചാരിക്കും ഇത് ക്രിപ്റ്റോ ആണോ എന്ന് ചോദിച്ചാൽ ക്രിപ്റ്റോ അല്ല. ക്രിപ്റ്റോ നമ്മുടെ നാട്ടിൽ ഇല്ലീഗലാണ്. ക്രിപ്റ്റോ എന്താണ്, അതിന്റെ മൂല്യവും ഇതൊന്നും കണക്കാക്കുന്നത് വളരെ ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. അത് പറയാനാണെങ്കിൽ ഒരുപാട് പറയണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് റുപ്പി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ അവതരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്താണ് റുപ്പി? ഇതുകൊണ്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് എന്താണ് പ്രയോഗം? കേന്ദ്രം ഇതുകൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കയ്യിലിരിക്കുന്ന പേപ്പർ കറൻസി ഇനിയില്ല എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയില്ല. അതിന്റെ ഇപ്പോൾ തന്നെ റുപ്പി അതിന്റെ പൈലറ്റ് പ്രൊജക്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ 2 വർഷം മുമ്പ് ഇതിന്റെ പൈലറ്റ് പ്രൊജക്ട് തുടങ്ങിയത്. അന്ന് SBI നമുക്കും അതിന്റെ ഒരു ചെറിയ പാർട്ട് തന്നിരുന്നു. അത് ടെസ്റ്റിങ്ങിനുള്ള ഭാഗമായിരുന്നു. അന്ന് എനിക്കറിയാതെ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ 50 പേർക്ക്, ആ ബാങ്കിന് കീഴിലുള്ള 50 പേർക്ക് ഇതിങ്ങനെ ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുത്തു. അന്നത് പ്രാഥമിക രൂപമേ ആയിട്ടുള്ളൂ. 2 വർഷം ആയിട്ടുണ്ട്. 2024 അപ്പം ഇപ്പോഴത് SBI, ഒപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, അങ്ങനെ കുറെ ബാങ്കുകൾ ഇപ്പോൾ പൈലറ്റ് പ്രൊജക്ട് നടത്തി വരുന്നുണ്ട്. അതായത് സമ്പൂർണമായി നോട്ടിൽ നിന്ന് മുക്തമാവുകയാണ് നമ്മുടെ രാജ്യം. ഇത് പല വിദേശ രാജ്യങ്ങളിലും ആ രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ രാജ്യം അതിനേക്കാളൊക്കെ ബഹുദൂരം മുൻപിലാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്. മറ്റ് യൂറോപ്യൻ കൺട്രീസ്, അമേരിക്ക ആയാൽ പോലും അത്രത്തോളം എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ സാധാരണപ്പെട്ടവരിൽ പോലും എത്തി. ഇനി അതിന്റെ അടുത്ത ഘട്ടമായിട്ടാണ് റുപ്പീസ് വരുന്നത്. റുപ്പീസ് വരുന്നത് എന്തിനെ എന്ന് ചോദിച്ചാൽ, അത് വരുന്നതോടുകൂടി നമ്മുടെ രാജ്യത്ത് ഭയങ്കര ഒരു വിപ്ലവമാണ് നടക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഇനിയിപ്പോ പേപ്പർ കറൻസി ഇല്ല എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഈ പേപ്പർ കറൻസി ഉള്ളത് കൊണ്ടാണ് ബ്ലാക്ക് മണി ഒരുപാട് നടക്കുന്നത്. അതായത് കച്ചവടമോ ഇല്ലെങ്കിൽ കള്ളക്കച്ചവടമോ നടക്കുന്നത് ലിക്വിഡ് ക്യാഷ് ഉള്ളത് കൊണ്ടാണ്. അതായത് ഞാൻ ധനുഷിന്റെ ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ, അതായത് അതിന് 10 ലക്ഷം രൂപയാണ് എങ്കിൽ 5 ലക്ഷം രൂപ ഞാൻ കണക്ക് കാണിക്കാൻ വേണ്ടി ബാങ്കിലൂടെ ട്രാൻസാക്ഷൻ നടത്തുകയും 5 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഞാൻ ധനുഷിന്റെ എത്തിക്കുകയും തരും. അപ്പൊ 10 ലക്ഷം രൂപയുടെ കരാർ ഒപ്പിട്ടു ചെയ്തു. പക്ഷെ ഈ കറൻസി ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ കംപ്ലീറ്റ് ഇടപാട് ഓൺലൈനിൽ കൂടെ നടത്തിയേ എനിക്ക് പറ്റൂ. ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തിയേ പറ്റൂ. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായി ഇതിന്റെ കണക്ക് RBIയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതായത് രഹസ്യ ഇടപാടില്ല. ഞാൻ കൊണ്ടുവന്ന ഒരു 100 രൂപ കയ്യിൽ പിടിപ്പിച്ചിട്ട്, അതായത് കൈക്കൂലിക്ക് പോലും ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ കൈക്കൂലി നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, കാരണം എപ്പോൾ ഇവിടെ പിടിക്കാം. ഡിജിറ്റൽ തട്ടിപ്പ് നടന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊക്കാൻ പറ്റും. ഈ പ്രതിയെ പിടിക്കുകയോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് കൈക്കൂലി. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കുന്ന അഭ്യാസങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത് മൂലം ഇല്ലാതാകുകയാണ്. ഇപ്പൊ മറ്റൊരു പരമപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ നമ്മുടെ രാജ്യത്ത് നോട്ട് നിർമ്മിക്കുന്നതിന്, ഈ നോട്ട് അച്ചടിക്കുന്നതിന് വലിയൊരു തുക എല്ലാ കാലങ്ങളിലും ചെലവഴിക്കുന്നുണ്ട്. ആ തുക ഇല്ലാതാകും. ആ പൈസ നമുക്കിനി ചെലവഴിക്കേണ്ടതായ ആവശ്യമില്ല നമുക്ക്. അതുമാത്രവുമല്ല, കള്ളനോട്ട് അടി എന്ന് പറഞ്ഞൊരു ബിസിനസ് ഇല്ലാതാകും. കള്ളനോട്ട് അടിക്കാർക്ക് ഈ നോട്ട് ഉണ്ടെങ്കിലല്ലേ അതിന്റെ ഫോർമാറ്റിൽ അടിക്കാൻ പറ്റൂ. അതില്ലെങ്കിൽ പിന്നെ എങ്ങനെ അടിക്കാൻ പറ്റും? അടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു ഫോർമാറ്റ് നിൽക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, എല്ലാവരും പ്രധാനമായി സംശയിക്കുന്ന ഒരു കാര്യം, ഇന്റർനെറ്റ് ഉണ്ടെങ്കിലല്ലേ ഇത് വർക്ക് ചെയ്യൂ എന്ന് വെച്ചാൽ ഇതിന് ഇന്റർനെറ്റിന്റെ ആവശ്യമേ ഇല്ല. ഇനി ഇച്ചിരൂടെ വിശദമായിട്ട് പറയാം ഇതെങ്ങനെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി എങ്ങനെയാണ്, അതായത് 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കും, ഫുൾ ഫ്ലെഡ്ജിൽ നടപ്പാക്കും. കാരണം ഇന്ത്യയിൽ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഇനി ഇതെങ്ങനെയാണ് നടപ്പാക്കുന്നത് വെച്ചാൽ, നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ അങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല ഇത് നടപ്പാക്കുന്നതിന്. ഒരു സാധാരണ ഫോൺ മാത്രം മതിയാകും.
ഇത് നമുക്ക് നമ്മുടെ ബാങ്ക്, അതായത് നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്ക്, നമ്മുടെ ബാങ്കിന് അക്കൗണ്ട് HDFC-യിലാണോ ICICI-യിലാണോ എവിടെയാണോ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളത്, ആ ബാങ്കുകാര് നമുക്കൊരു വാലറ്റ് തരും, നമ്മുടെ പേഴ്സ് പോലെ ഒരു വാലറ്റ് തരും. അതിൽ തന്നെ നമുക്കിപ്പോൾ നമുക്ക് അതിനൊരു പരിധി, തുടക്കത്തിൽ ഒരു പരിധി നിശ്ചയിക്കും. 5000 രൂപ വരെ, ഇല്ല 2000 തൊട്ട് 5000 രൂപ വരെ നമുക്ക് ഓഫ് ലൈനില്ല, അതായത് ഇന്റർനെറ്റ് ഇല്ലാതെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. അത് പിന്നീട് പരിധി കൂട്ടിത്തരും, നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ പരിധി കൂട്ടുന്നതാണ്, അത് ചെയ്തു തരും. ഇതിനകത്ത് തന്നെ നമുക്ക് തന്ന മോഡലിൽ കാണാം നോട്ടുകളുണ്ട്. 10 രൂപ, 20 രൂപ, 50 രൂപ നോട്ടിന്റെ പടം, നല്ല ചെറുതായിട്ടുള്ള നോട്ടിന്റെ പടമുണ്ട്. ഇതൊരു പേഴ്സ് പോലെ അടുക്കി വെച്ചിരിക്കുക. ഒരു കാര്യത്തിൽ രസകരം, 50 രൂപ കൊടുക്കണമെങ്കിൽ ഈ 50 രൂപ നമുക്കതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും, അതിൽ മൂവ് ചെയ്യുന്ന ഒരു രസകരമായ കാര്യം. ഓഫ്ലൈനിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ ധനുഷിന്റെ കയ്യിൽ, ധനുഷിന്റെ ഒരു ബാങ്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ട് ഉണ്ട്, എന്റെ കയ്യിലിരിക്കുന്ന HDFC ബാങ്കിന്റെ അക്കൗണ്ടാണ്. ഓഫ്ലൈനിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഈ കോഡിലേക്ക് ഞാൻ എന്റെ കോഡ് ഇല്ലെങ്കിൽ ഫോൺ തമ്മിൽ കണക്ട് ചെയ്യാണ്. കോഡ് ഓൺ ആയി കഴിഞ്ഞിട്ട് ഈ ഫോൺ തമ്മിൽ കണക്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ കോഡിലേക്ക് അടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത് തെളിഞ്ഞു വരും എത്ര രൂപയാണ് തരേണ്ടതെന്നുള്ളത്. അത് കൃത്യമായിട്ട് എനിക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ കഴിയും. അത് ഒരാൾക്ക് ഒരു ദിവസം ഇത്ര പരിധിയുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ബാങ്കിൽ പിന്നീട് അവരുടെ കണക്കുകളിലേക്ക് എത്തുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴെങ്കിലും നമ്മൾ നെറ്റ് ഓൺ ആകുമ്പോൾ ഇത് സ്വാഭാവികമായി തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അപ്ഡേറ്റ് ആയിക്കോളും, ബാങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഇതാണ് ഇതിന്റെ പ്രധാന ഗുണം. ഇത് നാട്ടിൻപുറത്തും ഗ്രാമീണ മേഖലയിലും പേഴ്സ് കൊണ്ട് നടക്കേണ്ട, പണാപകരണം പേടിക്കേണ്ട, സൈബർ തട്ടിപ്പ് പേടിക്കേണ്ട, അങ്ങനെ മറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മളുടെ തമ്പ് ഇംപ്രഷൻ വേണം. അതായത് പിൻ നമ്പർ അല്ല, തമ്പ് ഇംപ്രഷനും ഐയുടെ കാര്യങ്ങളും, ഇങ്ങനെ കുറെ പ്രൊട്ടക്ഷൻസും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഈ റുപ്പി എന്ന് പറയുന്നത്. അതായത് പേപ്പർ കറൻസി പൂർണ്ണമായി ഇല്ലാതാകുന്നതോടുകൂടി കള്ളനോട്ട് ഇല്ലാതാകുന്നു, അതുപോലെ തന്നെ കള്ളക്കച്ചവടം ഇല്ലാതാകുന്നു. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ എല്ലായിടവും നേരിട്ട് RBIയുടെ അണ്ടറിൽ അക്കൗണ്ടബിലിറ്റി എല്ലാവർക്കും ഉണ്ടാകുന്നു. ഞാനിപ്പോ ഒരു കാർ വാങ്ങിച്ചാലും ഒരു സ്ഥലം വാങ്ങിച്ചാലും ഒക്കെ എനിക്കൊരു അക്കൗണ്ടബിലിറ്റി എനിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഇപ്പൊ തന്നെ പാൻ കാർഡിൽ ഇന്നലെ ഒരു ഇളവ് വരുത്തി, എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ 10 ലക്ഷം രൂപ വരെ ഒരു വർഷം അയക്കുന്നവർക്ക് പാൻ കാർഡ് നിർബന്ധമില്ല എന്നുള്ള രീതി ആക്കിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ആ വാക്ക് ശ്രദ്ധിക്കണം. 10 ലക്ഷം രൂപ വരെ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നതിനോ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനോ പാൻ കാർഡ് വേണ്ട. എന്തുകൊണ്ടായിരിക്കും അത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അവന്റെ മുഴുവൻ രേഖകളും ആ ബാങ്കിലുണ്ട്. അപ്പൊ പിന്നെ 10 ലക്ഷം രൂപ വരെ അത് അയക്കുന്നതിന് പാൻ കാർഡിന്റെ ആവശ്യമില്ല. പാൻ കാർഡ് ഏകദേശം ബന്ധിപ്പിച്ച് കഴിഞ്ഞല്ലോ, പാൻ കാർഡ് ഇല്ലെങ്കിൽ പണി നടക്കത്തില്ല, അതിന് മുകളിലുള്ളത് മതി. ഇനിയിപ്പോ സാവധാനത്തിൽ ഈ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ പാൻ കാർഡിന്റെ ആവശ്യം പോലും ഇല്ല, കാരണം എല്ലാം ഈ റുപ്പിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് കരുതി ഗൂഗിൾ പേയും ഫോൺ പേയും ഒന്നും ഇല്ലാതാകുന്നില്ല. അതിൻ്റെതായ പർപ്പസ് ഉണ്ട്. ഇപ്പൊ ഗൂഗിൾ പേയിലും ഈ പറയുന്ന ഫോൺ പേയും ഒക്കെ തുടക്കകാലത്ത് ഉണ്ടായിരുന്നത് പോലെയാണോ ഇന്നിപ്പോ അവര് തുണിക്കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാം, എന്തും മേടിക്കാൻ പറ്റുന്ന ഒരു അതിപ്പോൾ ഗൂഗിൾ പേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമായി, ഓൺലൈൻ കച്ചവടത്തിന്റെ പ്ലാറ്റ്ഫോമായി മാറി. പൈസ അയക്കുക മാത്രമല്ല, അതിൽ കൂടെ നമുക്ക് എന്തും വാങ്ങാം, കാർ വാങ്ങാം, അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്കും ചെയ്യാൻ. അതായത് ബാങ്കിങ് ഇതര സേവനം, അതായത് ബാങ്കിങ്ങും കൂടി ഇപ്പൊ ഈ സേവനത്തിന്റെ ഭാഗമായി. ഫോൺ പേയിൽ വന്നു കഴിഞ്ഞാലും അങ്ങനത്തെ സിസ്റ്റങ്ങളായി, ആഭരണങ്ങൾ വാങ്ങുന്നതായി, അതുപോലെ തന്നെ എല്ലാം അതിനകത്ത് തന്നെ വന്നു കഴിഞ്ഞു. അപ്പൊ അവരെന്തുകൊണ്ടാണ് അതിലേക്ക് വൈവിധ്യവൽക്കരിച്ച് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണക്കുള്ള ഈ റുപ്പീസ് കണക്കൊക്കെ വരുമ്പോഴത്തേക്ക് വെറുതെ പൈസ അയക്കുകയും കൊടുക്കുകയും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായ മുൻപോട്ട് അവർക്ക് പോകാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇന്ത്യ ഈ തുടങ്ങി വെക്കുന്ന ഇത് ഓഫ്ലൈനിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വരുന്നതെങ്കിൽ പിന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോഴേക്കും ജനങ്ങളുടെ മനസ്സിലേക്ക് തങ്ങൾ ഈ ആമസോൺ പോലെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെ ഒരു മേഖലയാണ് എന്ന രീതിയിലേക്ക് വളരണം. അവരുടെ ബിസിനസ് വളർന്നാൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അല്ലാതെ പണം അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന ഒരു സംവിധാനമായിട്ട് മാത്രം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് ഇത് വൈവിധ്യവൽക്കരിക്കുന്നത്. അതായത് ഇന്ത്യ ഇപ്പോൾ നിലവിൽ തന്നെ മേപ്പിൾസ് എന്ന് പറഞ്ഞ സ്വന്തമായിട്ടൊരു നാവിഗേഷൻ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടേതായ ഒരു GPS സംവിധാനം നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മുടെ സ്വന്തമായിട്ട് ഈ റുപ്പീസ് വരുന്നത്. പക്ഷേ ഇത് ഒരുപാട് ലോക രാജ്യങ്ങളിൽ തന്നെ ഇപ്പൊ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നമ്മുടെ ഈ റുപ്പിയുടെ ആണെങ്കിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഇത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഭാവിയിൽ ലോകത്ത് ഈ റുപ്പീസിലേക്ക് പോകും. ഇതിനകത്ത് ഫ്രോഡ് നടക്കുമോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഫ്രോഡ് ഇല്ല. കാരണം ഇതിന്റെ പാറ്റേണുകളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ഈ പ്രേക്ഷകർക്ക് ശ്രദ്ധിക്കുന്നുണ്ടാകും, നമുക്ക് ഈ ബാങ്കിന്റെ വാലറ്റ് ഉണ്ടെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോൾ അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് വരുന്നത് കാണാം.
ഇപ്പൊ SBI ഒക്കെ ആണ് എനിക്ക് തോന്നുന്നു മാസത്തിൽ 2 തവണ വരും അപ്ഡേറ്റ്. അപ്പൊ ഞാനിത് ബാങ്കിൽ പോയി ചോദിച്ചു, നിങ്ങളിത് വലിയ തൊല്ലയാണ്, ഇതെന്താ ഇങ്ങനെ വെച്ചാൽ അത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഒരു തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേനും തുടക്കം മുതൽ എല്ലാം കൊടുക്കുന്നു, ഈ സിം നമ്പറൊക്കെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, നമ്മുടെ പാറ്റേൺ മാറ്റുന്നു, നേരത്തെ ഉണ്ടായിരുന്ന ആ മോഡൽ അത് അടിപടി മാറ്റുന്നു, ഇങ്ങനെ അവർ മാറ്റിക്കൊണ്ടേ ചേഞ്ച് ചെയ്ത് ഇരിക്കുകയാണ്. അതായത് ഒരു തവണ നമ്മുടെ ഫോൺ മോട്ടിച്ചുകൊണ്ട് പോയി നമ്മുടെ പിൻ നമ്പർ അറിയാമെങ്കിൽ പോലും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ പോലും കള്ളന് 1 or 2 തവണ എടുക്കാൻ പറ്റും. പക്ഷെ അടുത്ത തവണ ഇത് അപ്ഡേറ്റ് ആകുമ്പോൾ അല്പം ബുദ്ധിമുട്ട് തന്നെ വേണ്ടി വരും. കാരണം നമ്മൾ എവിടെയാണോ ഇതിന്റെ ഇത് കൊടുത്തിരിക്കുന്നത്, റിക്കവറി മെയിൽ കൊടുത്തിരിക്കുന്നു, ഇല്ലെങ്കിൽ SMS വരുന്ന സിസ്റ്റം കൊടുത്തിരിക്കുന്നത് എവിടെയാണെന്ന് കള്ളം തിരക്കും. ഇല്ലെങ്കിൽ കള്ളം നമ്മുടെ തോന്നി ചോദിക്കണം, ഒരു ഇമെയിലിൽ ഒരു OTP വന്നിട്ടുണ്ട്, തന്നാൽ എനിക്ക് ബാക്കിയുടെ മോട്ടിക്കാമായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സിസ്റ്റം. അതുകൊണ്ട് ഈ റുപ്പീസ് വരുന്നു, അതായത് കറൻസി ഇല്ലാത്ത കാലം വരുന്നു ഇന്ത്യയിൽ എന്നുള്ള. പേപ്പർ കറൻസി ഇനി ഇല്ല. ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ അത് പിൻവലിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. കറൻസി ഇനിയില്ല. 3 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ അതിന്റെ പൈലറ്റ് പ്രൊജക്ടുകൾ നടന്നിരിക്കുന്നു. നോട്ടില്ലാത്ത കാലമാണ് ഇനി ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ പുതിയ തലമുറ ചോദിക്കും, എന്താണ് ഈ നോട്ടെന്ന് ചോദിക്കും, എന്തായിരുന്നു നോട്ട്, ഇല്ലെങ്കിൽ എന്താണ് ട്രാൻസാക്ഷൻ. കാരണം അവരെ സംബന്ധിച്ച് ഇത് അറിയുക പോലും ഇല്ല എന്താണ് ഈ നോട്ടെന്നുള്ളത്.